തൃശയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശത്തിന് പിന്നാലെ അറസ്റ്റിലായ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കോടതി ഉത്തരവനുസരിച്ചാണ് ഉദയനിധിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. അറസ്റ്റിനെതിരെ തമിഴ്നാട്ടിൽ ഉടനീളം DMK പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. തീവ്രവാദിയെ പോലെയാണ് തന്നെ പോലീസ് കൊണ്ടുപോയതെന്ന് ഉദയനിധി കുറ്റപ്പെടുത്തി. നാടകീയമായ ഒരു പകലിനാണ് ഇന്ന് തമിഴ്നാട് സാക്ഷ്യം വഹിച്ചത്. സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ചെന്നൈയിലെ വീട്ടിൽ നിന്ന് തഞ്ചാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ 10:30 DMK പ്രവർത്തകരുടെ വലിയ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ടായിരുന്നു അറസ്റ്റ്. തുടർന്ന് റോഡ് മാർഗം തഞ്ചാവൂരിലേക്ക്. വഴിനീളെ DMK പ്രവർത്തകരുടെ പ്രതിഷേധം, സംഘർഷം. സംസ്ഥാന വ്യാപകമായി DMK പ്രവർത്തകർ നിരത്തിലിറങ്ങി. ഇതിനിടയിൽ ഉദയനിധി നൽകിയ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിച്ചു. അറസ്റ്റ് പകപോക്കലാണെന്നായിരുന്നു DMKയുടെ വാദം. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാൻ പോലീസ് ഉദ്ദേശിക്കുന്നില്ല എന്ന് സർക്കാർ അറിയിച്ചതോടെ ഇന്ന് തന്നെ വിടുതൽ നൽകാൻ കോടതി നിർദ്ദേശിച്ചു. വൈകിട്ട് 6:30 തഞ്ചാവൂരിന് സമീപത്തെ സെങ്കപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ ഉദയനിധി എത്തിച്ചത്. എന്നാൽ FIR രജിസ്റ്റർ ചെയ്ത തഞ്ചാവൂർ ഈസ്റ്റ് സ്റ്റേഷനിൽ തന്നെ കൊണ്ടുപോകണമെന്ന് ഉദയനിധി നിർബന്ധം പിടിച്ചു. ഏറെ നേരം നീണ്ട വാഗ്വാദങ്ങൾക്കൊടുവിൽ ഉദയനിധി വഴങ്ങി. 1.5 മണിക്കൂറോളം നീണ്ടു ചോദ്യം ചെയ്യൽ. ഇതിനിടെ സ്റ്റേഷനു മുന്നിൽ തടിച്ചുകൂടിയ DMK പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തുവന്ന ഉദയനിധിയെ ആരവങ്ങളോടെയാണ് പ്രവർത്തകർ വരവേറ്റത്. நான் யாரையும் தவறாக பேசவில்லை. முழுக்க விவசாயிகளுக்காக தான் பேசினேன். கைது செய்யப்படும் போது நான் பத்திரிகையாளரை கேட்கும்போது சொன்னேன், இதை எப்படி பாக்குறீங்க அந்த கைது அப்படின்னு. நான் சொன்னேன், ரொம்ப நகைச்சுவா பாக்குறேன், ഒരു കാമഡിയാ പാക്കുறேன். ഇന്ന് രാത്രി തന്നെ ഉദയനിധി ചെന്നൈയിലേക്ക് തിരിക്കും. നാളെ ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുമെന്ന് DMK വൃത്തങ്ങൾ വ്യക്തമാക്കി. KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.